എല്ലാവർക്കും ഒരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വയനാട് ടു ഊട്ടി ട്രിപ്പാണിത്. മസനഗുഡി വഴിയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത്. ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്രയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യത്തെ ഭാഗം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരെ ഒന്ന് പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു റോഡ് ട്രിപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. വളരെ നാച്ചുറലായിട്ട് നമ്മളുടെ ആ യാത്ര അതേപോലെ പകർത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. മസനഗുഡി വഴി പോകുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 36 ഹെയർ പിന്നുകളാണ്. മസനഗുഡിയിൽ നിന്ന് നേരെ ഊട്ടിയിലേക്ക് കയറുന്ന ആ ഒരു 36 ഹെയർ പിന്നുകളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഊട്ടിയിലെത്തിക്കഴിയുമ്പോൾ ആ ഹെയർ പിന്നുകളെല്ലാം കയറി ഊട്ടിയിലെത്തിക്കഴിയുമ്പോൾ ആ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. വളരെ മനോഹരമാണ്. നമ്മുടെ കണ്ണിനെ ഈർന്നണിയിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അതുമാത്രമല്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു തണുത്ത കാറ്റ്. നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓർക്കും നമ്മൾ ഏതാണ്ട് നേപ്പാളിൽ ചെന്ന ഒരു അവസ്ഥയാണ്. അതേപോലെയുള്ള വീടുകളും അതേപോലെയുള്ള ഒരു ഹട്ടായിട്ടുള്ള പ്രദേശമാണ്. വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു റോഡ് യാത്ര വളരെ ദുരിതമാണെങ്കിലും, ദുരിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി കുറഞ്ഞ റോഡാണ്. അതിനപ്പുറം ഒരു 36 ഹെയർ പിന്ന് കയറുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് വണ്ടിയിലിരുന്ന് ഭയങ്കര അസ്വസ്ഥതയാണ്. എപ്പോഴും ഈ ഹെയർ പിന്നുകൾ ഇങ്ങനെ കറങ്ങി കയറുമ്പോൾ എല്ലാവർക്കും തന്നെ ഭയങ്കര അസ്വസ്ഥതയാവും. അതേപോലെ തന്നെ ഈ ഒരു യാത്രയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി ബൈക്ക് ട്രിപ്പ് ഇതിലെ വരുന്നുണ്ട്. ഈ ഒരു സ്ഥലം കാണാനും ഒത്തിരി കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാതെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം വരുന്നുണ്ട്. ഈ ഒരു വളവ് അതുപോലെയുള്ള ഒരു കൊടും വളവാണ്. പെട്ടെന്ന് തിരിയുന്ന രീതിയിലുള്ള ഒരു വളവാണ് അത്. ആ വളവത്തിൽ വന്നിട്ട് പല ആൾക്കാരും വണ്ടികൾ മറിഞ്ഞു വീഴുന്നുണ്ട്. കുറേ ആൾക്കാരുടെ കാറും കൊണ്ട് വരുന്ന ആൾക്കാരുടെ വണ്ടികൾ ചൂടായിട്ട് വഴിക്ക് നിർത്തിയിടുന്നുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ ഈ ഒരു ട്രിപ്പിൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ ഈ ഒരു റോഡിലൂടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 36 ഹെയർ പിന്നുകളോളം ഉള്ള ഒരു ചുരമാണിത്. അപ്പോൾ ആ ചുരം കയറുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രം കയറുക. വഴിക്ക് വീതി കുറവാണ്. അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഇതിലെ സഞ്ചരിക്കുന്നതാണ്. ഒത്തിരി കാറുകളും ബൈക്കുകളും എല്ലാം ഈ ഒരു റോഡിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു യാത്ര കണ്ടു നോക്ക്. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, ഈ ഒരു റോഡ് അത്യാവശ്യം നല്ല കയറ്റമുള്ള റോഡും അതേപോലെ തന്നെ നല്ല വളവുകളുമാണ്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ വലിയൊരു വളവായിട്ട് ഇതിനെ കാണാൻ തോന്നുന്നില്ലെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇത് നല്ലൊരു വളവുമാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല കയറ്റവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഫസ്റ്റും സെക്കൻഡിൽ മാത്രമേ ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു രീതിയിലാണ് ഈ ഒരു കയറ്റമുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടികൾ പെട്ടെന്ന് ചൂടാകുന്നതാണ്. ഈ വഴികളിൽ പല വണ്ടികളും ചൂടായി കിടക്കുന്നുണ്ട്. കയറാതെ വഴി സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
യാത്രയിൽ ഞാൻ കണ്ടൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബൈക്കുമായിട്ട് സോളോ ട്രിപ്പ് വരുന്ന ആൾക്കാർ ഈ റോഡിലൂടെ അത്യാവശ്യം നല്ല സ്പീഡിൽ കയറി പോകുന്നുണ്ട്. അത് പൊക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ചുരത്തിൻ്റെ ഭംഗിയും ഈ താഴ്വാരങ്ങളും മലകളും എല്ലാം കണ്ട് ആസ്വദിച്ച് പോകാതെ എങ്ങനെയും ഊട്ടി എത്തണം എന്നുള്ള ഒരു ചിന്തയിൽ ഇതിലെ പാഞ്ഞു കിട്ടിപ്പോയത് കൊണ്ട് ഈ ഒരു മസനഗുഡി യാത്ര ഒരു സുഖകരമാകത്തില്ല. ഈ യാത്ര ഒരു സുഖകരമാകണമെങ്കിൽ ഈ ഒരു ചുരം നമ്മൾ ആസ്വദിച്ച് മലകളും കുന്നുകളും കുഴികളും എല്ലാം കണ്ടു തന്നെ യാത്ര ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു റൂട്ടിൽ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വരുന്ന ഈ ഒരു ചുരം കയറി വരുന്ന ഈ ഒരു റൂട്ടിൽ നമുക്ക് വന്നിട്ട് കാര്യമുണ്ട്. അല്ലെങ്കിൽ ഊട്ടി എത്താനാണെങ്കിൽ വേറെ വഴികളുണ്ട്, ആ വഴികളിൽ കൂടെ പോകുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു കയറ്റവും കയറി ഇത്രയും ബുദ്ധിമുട്ട് ഇതിലെ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കാഴ്ചകൾ ആസ്വദിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ പോയി കാഴ്ചകളെല്ലാം കണ്ടു പോകുന്നതാണ് നല്ലത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്യുന്നു. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വീഡിയോയിൽ മൊത്തം തന്നെ ഈ ഒരു ചുരം കയറി ഊട്ടിയിലെത്തുന്ന, അതായത് 36 ചുരങ്ങളും തിരിഞ്ഞ് ഊട്ടിയിലെത്തുന്ന വരെയുള്ള വീഡിയോയാണിത്. അപ്പോൾ 36 ചുരങ്ങളും ഇതിൻ്റെ അകത്ത് ഏതാണ്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുപോലും മിസ്സാകാതെ നമ്മൾ എണ്ണീട്ടൊന്നുമില്ല, എന്നാലും എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കൂടുതലും റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും. കാരണം ആ സ്ഥലങ്ങളെല്ലാം കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ മുകളിലേക്ക് കയറി വരുന്നതനുസരിച്ച് ആ സ്ഥലങ്ങളുടെ ആ സൗന്ദര്യം കൂടിക്കൂടി വരികയാണ്. പ്രകൃതി ഭംഗി ഓരോ ചുരത്തിലും വ്യത്യാസമായി വരുന്നത് നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും. അത് ഈ 36 ചുരങ്ങളും കയറി വരുമ്പോൾ താഴെ മുതൽ മുകളിൽ വരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നമ്മൾ ഈ ഒരു ചുരം വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. നമുക്ക് പ്രത്യേകം അത് അനുഭവിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്നും നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഓരോ ചുരങ്ങൾ, ഓരോ വളവുകൾ ഇങ്ങനെ വളഞ്ഞ് നമ്മൾ പോകുമ്പോഴും ഭംഗി ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും.
നമ്മൾ ചുരം കയറി ഏതാണ്ട് ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു സൗന്ദര്യമെന്ന് പറയുന്നത് ആ ഊട്ടിയുടെ വേറിട്ട സൗന്ദര്യമാണ്. ഇത്രയും നേരം നമ്മൾ കണ്ട ഒരു കാഴ്ചയല്ല ഇനി നമുക്ക് കാണാൻ കിട്ടുന്നത്. അതൊരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. അത് നമ്മുടെ കണ്ണിൽ കാണുന്ന ആ ഒരു കാഴ്ച നമുക്കൊരിക്കലും ക്യാമറയിൽ പകർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നേരിട്ട് കാണുന്നതാണ് ഏറ്റവും നല്ല കാഴ്ചകൾ. അങ്ങനെ ചുരങ്ങളെല്ലാം കയറി നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്തെത്തിയിരിക്കുക. അവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ വളരെ രസകരമാണ്. ചെറിയ ചെറിയ വീടുകളാണെങ്കിലും ഇതെല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ആ മലയുടെ മുകളിൽ നിന്നിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അതേപോലെ തന്നെ കൃഷിയിടങ്ങളും മലകളും എല്ലാം ഇങ്ങനെ പല രീതിയിൽ കിടക്കുന്ന കാണാൻ വളരെ രസമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കുറച്ചു നേരം അങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ തോന്നും. അങ്ങനെ ഒരു ഇടമാണ് നമ്മൾ ഈ ഒരു ചുരം കയറി മേളിൽ ചെത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല, എല്ലാം ചെറിയ ചെറിയ കെട്ടിടങ്ങളും വീടുകളും അതേപോലെ ഉള്ള ഇടങ്ങളുമാണ്. ഒരു പ്രത്യേക ഒരു സുഖമുള്ള ഒരു സ്ഥലം. താഴെ നിന്ന് കയറി വരുന്ന വണ്ടികളെല്ലാം ഇവിടെ സ്ലോ ആക്കി ഇതിങ്ങനെ കണ്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഇതേപോലെ നിർത്തി ഈ കാഴ്ചകൾ ആസ്വദിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്ഥലങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നേപ്പാൾ വഴിയുള്ള യാത്രയാണ്. നേപ്പാളിലെ സ്ഥലങ്ങളും ഇതുമായിട്ട് അത്യാവശ്യം അടുത്ത ബന്ധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വീടുകളും പള്ളികളും അമ്പലങ്ങളും എല്ലാം ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്രയിൽ പെട്ടെന്ന് മനസ്സിലേക്ക്, നേപ്പാൾ വഴി യാത്ര ചെയ്ത ആൾക്കാർക്കറിയാം, പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആ ഒരു യാത്രയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ ഒന്നല്ല രണ്ട് ഫീലാണ്. ഊട്ടിയിലെ ആ മനോഹരമായ ഒരു കാഴ്ചകളും കാണാം. എന്നാൽ നേപ്പാളിലേക്ക് യാത്ര ചെയ്തവരാണെങ്കിൽ അവിടുത്തെ ആ ഒരു യാത്രയിലെ ആ ഒരു ഓർമ്മകളും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു റോഡ് ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത്.